ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രൊമോഷൻ മെറ്റീരിയലുകൾ ഏറെ പ്രധാനമാണ്. പ്രത്യേകിച്ച് ഫസ്റ്റ് ലുക്ക്, ടീസർ, ട്രെയിലർ തുടങ്ങിയവയൊക്കെ. ഇത്തരം പ്രൊമോഷൻ മെറ്റീരിയലുകളിലൂടെ ഒരു സിനിമയെ റിലീസിന് മുമ്പ് തന്നെ ഏറെക്കുറെ വിലയിരുത്താൻ സാധിക്കും. ഇവക്കായി ഏറെ പ്രതീക്ഷയോടെയും ആകാംക്ഷയോടെയുമാകും ആരാധകർ കാത്തിരിക്കാറുള്ളത്. അത്തരത്തിൽ ഒരു കാത്തിരിപ്പിനാണ് ഇന്ന് വിരാമമിട്ടത്. മറ്റൊന്നുമല്ല, മോഹൻലാലിൻ്റെ മലൈക്കോട്ടെ വാലിബൻ ടീസർ ഇന്നാണ് എത്തിയിരിക്കുന്നത്. കണ്ടത് നിജം, കാണാത്തത് പോയി, നീ കണ്ടതെല്ലാം പോയി, ഇനി കാണപ്പോവത് നിജം. മോഹൻലാലിൻ്റെ തീപ്പാറുന്ന ഡയലോഗുമായി ആവേശം ഇരട്ടിയാക്കി മലൈക്കോട്ടെ വാലിബൻ്റെ ഗംഭീര ടീസർ റിലീസായിരിക്കുകയാണ്. ഏറെ നാളായി സിനിമാസ്വാദകരും മോഹൻലാൽ ആരാധകരും കാത്തിരിക്കുന്ന അപ്ഡേറ്റ് ആയിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലെങ്ങും ആഘോഷമാണ്. ടീസറിന് ഗംഭീര വരവേൽപ്പാണ് ലഭിച്ചിരിക്കുന്നത്. ടീസർ വരുന്നുവെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതിന് പിന്നാലെ തന്നെ, അതായത് 2 ദിവസം മുമ്പ് തന്നെ ആരാധകർ ആഘോഷം തുടങ്ങിയിരുന്നു. ഒരു ദൃശ്യവിസ്മയമാകും ചിത്രം എന്നാണ് ടീസർ വ്യക്തമാക്കുന്നത്. ലിജോ ജോസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൻ്റെ ടീസർ ഇന്ന് വൈകുന്നേരം 5 മണിക്കാണ് റിലീസ് ചെയ്തത്. സിനിമ എങ്ങനെയുള്ളതാകും, മോഹൻലാലിൻ്റെ കഥാപാത്രം എത്തരത്തിലുള്ളതാകും എന്നതിൻ്റെ കൗതുകം ഇനിയും ബാക്കിയാണ്. കാരണം ടീസർ ഒന്നും പിടിതരാത്ത ലെവലിലാണ്. നടൻ എന്ന നിലയിൽ മോഹൻലാലിന് മികച്ച ഒരു അവസരമായിരിക്കും മലൈക്കോട്ടെ വാലിബനിലേത് എന്ന് ഉറപ്പിച്ചു പറയാം. ക്ലാസും മാസും ചേർന്ന ഒരു ഗംഭീര ദൃശ്യവിസ്മയം തന്നെയായിരിക്കും വാലിബൻ. ആരാധകർ മാത്രമല്ല, സിനിമാസ്വാദകർ പോലും അടുത്ത കാലത്തെങ്ങും ഒരു മോഹൻലാൽ ചിത്രത്തിനായി ഇത്രയും പ്രതീക്ഷയോടെ കാത്തിരുന്നിട്ടുണ്ടാവില്ല. അതിന് കാരണം മറ്റൊന്നുമല്ല, ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ സംവിധാനത്തിൽ ആദ്യമായി മോഹൻലാൽ നായകനാകുന്നു എന്ന പ്രത്യേകത തന്നെയാണ് കാരണം. മലൈക്കോട്ടെ വാലിബൻ അടുത്ത വർഷം ജനുവരി 25-നാണ് തിയേറ്ററുകളിൽ എത്തുന്നത്. രാജസ്ഥാനിലായിരുന്നു ചിത്രത്തിൻ്റെ ഭൂരിഭാഗം ഷൂട്ടിങ്ങും നടന്നത്. സെഞ്ച്വറി ഫിലിംസും ജോൺ മേരി ക്രിയേറ്റീവും ചേർന്നാണ് ചിത്രത്തിൻ്റെ നിർമ്മാണം നിർവഹിച്ചിരിക്കുന്നത്. ചിത്രത്തിൽ മോഹൻലാൽ ഡബിൾ റോളിലാണെന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളും പറയുന്നുണ്ട്.